മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതിച്ഛായ നമ്മൾ സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരിലൂടെയായി മാറുകയാണ്. മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രതിച്ഛായയിലൂടെ അല്ല നമ്മൾ നടക്കേണ്ടതും ജീവിക്കേണ്ടതും. നമ്മൾ ആരെങ്കിലും നമ്മുടെ യഥാർത്ഥ മുഖം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ കഴിയില്ല. നമ്മുടെ ഒരു പ്രതിബിംബത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മുഖം കാണാൻ സാധിക്കൂ, അല്ലേ? നമ്മൾ കാണുന്ന ആ കണ്ണാടിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ പ്രതിബിംബത്തിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും. ഒരു പൊടി പിടിച്ച കണ്ണാടിയോ അല്ലെങ്കിൽ പൊട്ടിയ കണ്ണാടിയോ മങ്ങിയ കണ്ണാടിയോ ഒക്കെ ആണെങ്കിൽ ആ ഓരോ കണ്ണാടിയിലൂടെയും നമ്മുടെ പ്രതിച്ഛായ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ മറ്റുള്ളവരുടെ കണ്ണിലൂടെയും വാക്കുകളിലൂടെയും നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത് ശരിയല്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതും വില കുറച്ച് സംസാരിക്കുന്നതിലും ഒന്നും യാതൊരു കാര്യവുമില്ല, അർത്ഥവുമില്ല. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എല്ലാവരും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഓടി നടക്കുകയാണ്, അല്ലെങ്കിൽ അലയുകയാണ്. പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന ബഹുമാനങ്ങൾക്കും സ്നേഹത്തിനും ഒന്നും ആത്മാർത്ഥം ഉണ്ടാവണമെന്നില്ല കേട്ടോ. തൊട്ടടുത്ത് നിന്ന് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ആളുകൾ നമ്മളങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് കുറ്റവും പരദൂഷണവും ഒക്കെ പറയാൻ തുടങ്ങും. മറ്റൊരാളുടെ പുകഴ്ത്തലിൽ മതിമറന്ന് നമ്മൾ വീണു പോകരുത്. ഈ ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ നമ്മളെ കാണേണ്ടത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ അല്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ നന്നായി കാണാനായിട്ട് സാധിക്കും. തുറക്കട്ടെ മനസ്സുകൾ.